വനിതാ സംവരണം രാജീവ് ഗാന്ധിയുടെ ആശയത്തിന്റെ വിത്തുകളായിരുന്നു. 80കളിൽ രാജ്യമൊട്ടാകെ ത്രിതല പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലും 3-ൽ 1 സീറ്റ് വനിതകൾക്കായി മാറ്റിവെച്ച നടപടിയെ കവച്ചു വയ്ക്കാനും കോൺഗ്രസിനെ പാർലമെന്റിനകത്തും പുറത്തും അധിക്ഷേപിക്കാനും ലാക്കാക്കിക്കൊണ്ട് മോദി ഷാ കൂട്ടുകെട്ട് കൊണ്ടുവന്ന വനിതാ സംവരണ ബിൽ ഒരു ജലരേഖയായി തുടരുമ്പോൾ തന്നെ സ്വന്തം കഴിവിൽ സഭയിലെത്തിയ കുറച്ച് പെൺപുലികളെ പരിചയപ്പെടാം. സ്ത്രീകൾക്ക് സംവരണം നൽകുന്നതിന് നിയമനിർമ്മാണം തടയാൻ 2010-ൽ രാജ്യസഭയിൽ ബില്ല് പാസാക്കിയെങ്കിലും അത് മുന്നോട്ട് പോയില്ല. രാജ്യത്ത് 18ാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 74 വനിതാ MP-മാരാണ്. 2019-ൽ ലോക്സഭയിൽ 14.3% വനിതാ MP-മാരുണ്ടായിരുന്നു. 2019-ൽ BJP 69 വനിതാ സ്ഥാനാർത്ഥികളെയാണ് ഇലക്ഷന് നിർത്തിയത്. ഇതിൽ 30 പേർ വിജയിച്ചു. കോൺഗ്രസ് 41 വനിതാ സ്ഥാനാർത്ഥികൾ നിർത്തിയപ്പോൾ 13 പേർ വിജയിച്ചു. 2019-ൽ കോൺഗ്രസിന്റെ 52 വനിതാ സ്ഥാനാർത്ഥികളിൽ 6 പേർ മാത്രം വിജയിച്ചു. 12 വനിതകളെ നിർത്തിയ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും 11 പേർ വിജയിച്ചു. 2019-ൽ പാർട്ടിയുടെ 9 വനിതാ MP-മാർ ലോക്സഭയിൽ ഉണ്ടായിരുന്നു.